الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإذا قضيتم الصلاة فاذكروا الله قياما وقعودا وعلى جنوبكم فإذا اطمأننتم فأقيموا الصلاة إن الصلاة كانت على المؤمنين كتابا موقوتا സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുണർത്തുന്നു. നാം ഏവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളും വഹീദുകളുമായി ജീവിക്കുവാനും മരണപ്പെടുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. സൂറത്തുൻ നിസാ വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം അതിലെ 103-ാമത്തെ വചനമാണ് ഞാൻ ഓതിക്കേൾപ്പിച്ചത്. ഫൈദാ ഖളൈതുമുസ് സലാത്ത, അങ്ങനെ നിങ്ങൾ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ഫദ്കുറുല്ലാഹ, അല്ലാഹുവിനെ നിങ്ങൾ ഓർക്കുക, ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിക്കും, നിന്നിട്ടും ഇരുന്നിട്ടും കിടന്നിട്ടും ഒക്കെ അല്ലാഹുവിനെ നിങ്ങൾ ഓർക്കുക. ഫൈദത്തുമഅനൻതും, അങ്ങനെ നിങ്ങൾ സമാധാനം അടഞ്ഞു കഴിഞ്ഞാൽ ഫഅഖീമുസ്സലാ, നിങ്ങൾ നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുക. കാരണം ഇന്നസ്സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, തീർച്ചയായും നമസ്കാരം സത്യവിശ്വാസികൾക്ക് സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ ബാധ്യതയാകുന്നു എന്നാണ് ഈ വചനത്തിന്റെ സാരം. 103-ാമത്തെ വചനമാണ് സൂറത്തുൻ നിസായിലേതെന്ന് ഞാൻ പറഞ്ഞു. 102-ാമത്തെ വചനം, ഇതിന് തൊട്ടു മുമ്പുള്ള വചനം യുദ്ധരംഗത്ത് നമസ്കരിക്കുന്നതിനെ കുറിച്ച് വിശദീകരിച്ച് പറയുന്ന വചനമാണ്. അപ്പൊ നമസ്കാരം ഒരു തരത്തിലും ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, യുദ്ധരംഗത്തുള്ള നമസ്കാരത്തെ വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിലെ 102-ാമത്തെ വചനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. സ്വാഭാവികമായും ശത്രുക്കളെ ശ്രദ്ധിച്ച് കയ്യിൽ ആയുധങ്ങളേന്തി അവരിൽ നിന്ന് എന്തെങ്കിലും ഇത് വരുന്നുണ്ടോ എന്ന് കാത്തുനിന്ന് അതിൻ്റെ ഇടയിൽ നമസ്കരിച്ച്
അപ്പൊ സ്വാഭാവികമായും ഞാനും നിങ്ങളും ഒക്കെ ഇപ്പൊ പള്ളിയിൽ വന്നോ വീട്ടിൽ നിന്നോ നമ്മൾ നമസ്കരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടാവില്ല, ഉറപ്പാണ്. അതിനൊരു രൂപമുണ്ട്. മുന്നിൽ നിൽക്കുന്ന അണി, പിന്നിൽ നിൽക്കുന്ന അണി എന്ത് ചെയ്യണം ഓരോ സന്ദർഭത്തിലും എന്ന് അത് പഠിപ്പിക്കാൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ സലാത്തുൽ ഖൗഫ് എന്നാണ് അതിനെക്കുറിച്ചുള്ള പ്രയോഗം. ഭയം ഉള്ള സന്ദർഭത്തിലുള്ള നമസ്കാരം. ആ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതാണ് ഈ വചനത്തിൽ പരാമർശിക്കുന്നത്. അതിൽ ആദ്യം പറഞ്ഞത്, അങ്ങനെ നമസ്കാരം നിറവേറ്റി കഴിഞ്ഞാൽ, ഏത് സലാത്തുൽ ഖൗഫ് പോലും, യുദ്ധരംഗത്തുള്ള നമസ്കാരം പോലും നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെയും നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കണം. അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് നിങ്ങൾ അകന്നുകൂടാ. ആ ഓർക്കൽ എങ്ങനെയൊക്കെയായി നിന്നിട്ടും ഇരുന്നിട്ടും കിടന്നിട്ടും ഒക്കെ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ, സ്മരണ നിങ്ങൾക്കുണ്ടാകണം എന്ന് പറഞ്ഞതിന് ശേഷം ഈ യുദ്ധമോ അല്ലെങ്കിൽ ഒരു ഭയമോ ഒന്നുമില്ലാത്ത ഒരു സന്ദർഭത്തിൽ തികച്ചും സമാധാനമായ ഒരു രൂപത്തിലാണ് നിങ്ങൾ നമസ്കരിക്കുന്നത് എങ്കിൽ അത് കൃത്യമായ നമസ്കാരമായിരിക്കണം, മുറപ്രകാരം അനുഷ്ഠിക്കണം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ യുദ്ധരംഗത്താണെങ്കിൽ ആയുധം താഴെ വെക്കണം, ആയുധം കയ്യിലെടുക്കണം, ഇതൊക്കെ നമസ്കാരവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അത് വേറെ ഒന്ന് പഠിക്കേണ്ട വിഷയമാണ്, അതവിടെ വെക്കട്ടെ. ഇനി ഇത് പറഞ്ഞതിന് ശേഷം ഇവിടെ പരാമർശിച്ച ഒരു വാക്കാണ് ഒരല്പം ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്ന നമസ്കാരത്തെ കുറിച്ചല്ല. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത എന്ന് പറഞ്ഞാണ് അത് അവസാനിപ്പിക്കുന്നത്. കാരണം തീർച്ചയായും നമസ്കാരം എന്നുള്ളത് സത്യവിശ്വാസികൾക്ക് സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ ബാധ്യതയാണ് എന്നാണ്. ഇവിടെ പരാമർശിക്കുന്ന ഒരു കാര്യം കിതാബും മൗഖൂത്ത്, സമയം നിർണയിക്കപ്പെട്ട നിർബന്ധാരാധന എന്നാണ്. നമുക്കറിയാം നമസ്കാരത്തിന് 5 വഖ്തുകളാണ് ഉള്ളത്. അതിന്റെ പേര് നമുക്കറിയാം. ആ വഖ്തുകളിലാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്. ഏതെങ്കിലും ഒരു വഖ്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാനുള്ള അവകാശമൊന്നും നമുക്കാർക്കുമില്ല. അതിനൊക്കെ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ നിർവഹിച്ചിരിക്കണം. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം സമയത്തെ കുറിച്ചാണ്. സമയം എന്ന് പറയുന്നത് വളരെ വലിയ വിലപ്പെട്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ നമ്മുടെ ജീവനോളം വില സമയത്തിനുണ്ടാവും. അതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതില് പലപ്പോഴും അതിന്റെ പ്രാധാന്യം അറിഞ്ഞുകൂടാത്തവരാണ് നമ്മൾ. അമൂല്യമാണ് സമയം എന്നുള്ളത്. അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് പിന്നെ കിട്ടൂല. നമുക്കറിയാലോ, മിനിറ്റുകൾ, മണിക്കൂറുകൾ, സെക്കൻഡുകൾ, മിനിറ്റുകൾ, മണിക്കൂറുകൾ, ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ, നൂറ്റാണ്ടുകൾ ഇന്നിങ്ങനെ അങ്ങോട്ട് പോവുകയല്ലേ. ഇപ്പൊ ഇന്ന് നേരം വെളുത്ത് ഇപ്പൊ ഇതേ 12:55 സമയം. ഈ ടൈം അങ്ങോട്ട് പോയി, ഇനി നമുക്ക് തിരിച്ചു കിട്ടൂല. ഇതാണ് സമയത്തിന്റെ ഏറ്റവും വലിയ വില. അതാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് സമയത്തെക്കുറിച്ച് ടൈം ഈസ് ഗോൾഡ്, ടൈം ഈസ് മണി എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ഒരുപാട് നമ്മുടെ നാടുകളിലുണ്ട്. ആ രൂപത്തിൽ സമയത്തെ കുറിച്ച് പറയുന്നവർ തന്നെ അതിന്റെ വില മനസ്സിലാക്കാതെ അത് പാഴാക്കി കളയുന്നു എന്നുള്ള ഒരു വസ്തുതയാണ്. ഇപ്പൊ സമ്പത്തും സമയവും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് കനിഞ്ഞു നൽകിയ 2 അനുഗ്രഹങ്ങളാണ്. ഈ അനുഗ്രഹങ്ങളിൽ സമ്പത്ത് എന്ന് പറയുമ്പോൾ അത് ബാഹ്യമായി നമ്മൾ കാണുന്ന കാര്യമാണ്. ബാഹ്യമായി നമ്മൾ കാണുന്ന സമ്പത്ത് എന്ന് പറയുന്ന അനുഗ്രഹം ചിലർക്ക് കൂടുതൽ അല്ലാഹു കൊടുക്കും, ചിലർക്ക് അവരെക്കാൾ കുറച്ചു കൊടുക്കും, ചിലർക്ക് അത്രയൊന്നും കൊടുത്തെന്ന് വരില്ല. ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ സമയം, ഒരു ദിവസത്തെ 24 മണിക്കൂർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ് അല്ലാഹു വീതിച്ചു കൊടുത്തിട്ടുള്ളത്. അതിൽ സമ്പന്നനെന്നോ പണക്കാരനെന്നോ പണിക്കാരനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ കുട്ടിയെന്നോ വലിയവനെന്നോ ഉള്ള യാതൊരു വ്യത്യാസമില്ല. എല്ലാവർക്കും 24 hours, 24 മണിക്കൂർ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നൽകിയിട്ടുള്ള ഒരു കാര്യം. ഈ 24 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് കിട്ടുന്ന ഈ സമയം നമ്മളെ കുറിച്ചൊക്കെ അറിയാം. നമ്മൾ കച്ചവടക്കാരാണെങ്കിൽ അവർക്ക് അതിൻ്റെതായ രൂപത്തിൽ അത് ഡിവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ അങ്ങനെ ഡിവൈഡ് ചെയ്യും. വിദ്യാർത്ഥികളാണെങ്കിൽ ആ രൂപത്തിൽ ഡിവൈഡ് ചെയ്യും. അങ്ങനെ സമയത്തെ അവർ അവരുടേതാക്കി മാറ്റുന്ന ഒരു രൂപത്തിലെത്തുകയും ഇഹലോകത്ത് ആ സമയത്തെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തി ഉപയോഗപ്പെടുത്തിയാൽ ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ കഴിയും. സമയത്തെ നഷ്ടപ്പെടുത്തുന്നവൻ ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല. സമയത്തിന്റെ വില അറിയാത്തവന് പുരോഗതി പ്രാപിക്കാനേ കഴിയില്ല. അത് വിദ്യാർത്ഥി ആയിരുന്നാലും ശരി, മുതിർന്നവരായിരുന്നാലും ശരി, ആരായിരുന്നാലും ശരി. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ക്ലാസ്സിൽ അവന് കൃത്യമായി ടൈം ടേബിൾ നൽകുന്നുണ്ട്. ഇത്ര മിനിറ്റ് ഇന്ന വിഷയം,
ഇത്ര മിനിറ്റ് ഇന്ന വിഷയം. എന്തിനാണ് അത് നൽകുന്നത്? ആ സമയം കൃത്യമായി മനസ്സിലാക്കി അവനത് പഠിച്ച് ഉൾക്കൊണ്ട് മനസ്സിലാക്കി പരീക്ഷ എഴുതി ഉന്നതങ്ങളിലെത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ വെറുതെ ഒരു തമാശക്കല്ലല്ലോ ടൈം ടേബിൾ നൽകുന്നത്. ഇതുപോലെ നമ്മളുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മൾ തന്നെ സ്വയം ടൈം ടേബിൾ ഉണ്ടാക്കി ജീവിക്കുന്ന ആൾക്കാരുണ്ടാകും. ഈ സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ടൈം നമുക്ക് അള്ളാഹു കനിഞ്ഞു നൽകി ഈ സമയം പാഴാക്കി കളയാതെ പ്രയോജനപ്പെടുത്തുന്നവനാണ് ബുദ്ധിമാൻ എന്നുള്ളതാണ് തിരിച്ചറിയേണ്ട ഒരു പ്രധാന കാര്യം. അത് ആരായിരുന്നാലും ശരി. ബുദ്ധിമാന്മാരായ ആളുകൾ പലപ്പോഴും സമ്പത്തിനേക്കാളും അതുപോലെ തന്നെ അവർക്ക് ലഭ്യമാകുന്ന ഭൗതികമായ ഐശ്വര്യത്തെക്കാളും അവർ കൂടുതൽ ഊന്നൽ നൽകുകയും പ്രാധാന്യം നൽകുകയും പ്രാമുഖ്യം നൽകുകയും ഗൗരവത്തോടു കൂടി നോക്കിക്കാണുകയും ചെയ്യുന്നത് സമയത്ത് തന്നെയാണ്. കാരണം സമയത്തെ ഉപയോഗപ്പെടുത്തിയാലേ നമുക്ക് വിജയിച്ചു മുന്നേറാൻ കഴിയുകയുള്ളൂ. തന്നെയുമല്ല, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സമയത്താൽ ബന്ധിതനാണ് മനുഷ്യൻ എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സമയത്താൽ ബന്ധിതനാണ്. ഏത് കാര്യത്തിലായിരുന്നാലും ശരി, അതൊന്നും നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. അപ്പൊ ജന്മം മുതൽ നമ്മുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ ഒരു ഗർഭസ്ഥ ശിശുവാകുന്നത് മുതൽ ആ ടൈമിംഗ് ഉണ്ട്. ഡെലിവറി, പ്രസവം അതിന്റെ ടൈം, മുലകുടിക്കൽ അതിന്റെ ടൈം, അതിനുശേഷം ഓരോ ഘട്ടം ഘട്ടമായി ഇങ്ങനെ മാറി വളർന്നു വരുന്ന അതിനൊരു ടൈം. ഇതൊന്നും എതിരായിട്ട് തിരിച്ചിങ്ങോട്ട് വരാറില്ലല്ലോ. എന്ന് വെച്ചാൽ ആദ്യം തന്നെ വയസ്സനാവുക, വൃദ്ധനാവുക, എന്നിട്ട് യുവാവാവുക, എന്നിട്ട് പിന്നെ ബാലനാവുക, എന്നിട്ട് ശിശുവാവുക, എന്നിട്ട് ഗർഭസ്ഥ ശിശുവാവുക. ഇതുണ്ടാവൂല. നേരെ എങ്ങനെയാണോ നിശ്ചയിച്ചത് അതേപോലെ തന്നെ പോവുകയുള്ളൂ. അതാണ് ഈ പറഞ്ഞത്. മനുഷ്യന്റെ പ്രകൃതി തന്നെ, ഓരോ മനുഷ്യനും നാം തന്നെ എല്ലാ നിലയിലും നമ്മൾ സമയത്താൽ ബന്ധിതരാണ്. നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോഴാണ് സമയത്തിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പൊ ഓരോരുത്തർക്കും അതുപോലെ തന്നെ ഏതിനും അവന്റെ ഈ സമയത്തിന് ഒരു അന്ത്യമുണ്ട്, ഒരു അവസാനമുണ്ട്, ഒരു അജലുണ്ട്. ലിക്കുല്ലി അജലിൻ കിതാബ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഏതൊരു അവധിക്കും ഒരു നിശ്ചിതമായ പ്രമാണമുണ്ട് എന്നാ. അവിടെ എത്തി അത് തീരും. ഒരു മനുഷ്യനാണെങ്കിൽ അവൻ മരണപ്പെട്ടു പോകും, ഒരു ജീവിയാണെങ്കിൽ അതങ്ങോട്ട് കാലഹരണപ്പെട്ടു പോകും, ഒരു സസ്യമാണെങ്കിൽ അത് നശിച്ചു പോകും, അല്ലെങ്കിൽ ആരെങ്കിലും മുറിച്ചു കളയും. അതിനൊക്കെ ഉണ്ട് ലിക്കുല്ലി അജലിൻ കിതാബ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ നിശ്ചയിച്ച സമയത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. നമുക്കൊക്കെ കാണാപ്പാടമാണല്ലോ വചനം. അതുപോലെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. അങ്ങനെ നിശ്ചയിച്ച ഒരു സമയം നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ഇവിടെ ഇത്ര കാലം, ഇത്ര വർഷം ജീവിക്കുക എന്നുള്ളത്. അത് എത്തിക്കഴിഞ്ഞാൽ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, കൃത്യമായിരിക്കും അങ്ങ് പോകും. അതിനാണല്ലോ നമ്മൾ മരണം എന്ന് സാധാരണ പറയാറുള്ളത്. അതൊക്കെ ആ നിശ്ചയിക്കപ്പെട്ട രൂപത്തിൽ തന്നെ പോവുകയുള്ളൂ. അതിനെങ്ങും ഒരു ചേഞ്ചും ഉണ്ടാവുന്നില്ല. അപ്പം സമയത്താൽ ബന്ധിതരായ, സമയത്തിൽ നമ്മൾ ചുറ്റപ്പെട്ട ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അത് ഉപയോഗപ്പെടുത്തൽ തന്നെയാണ്. ഇനി തന്നെയുമല്ല, വിശുദ്ധ ഖുർആൻ നാം പരിശോധിച്ചു നോക്കിയാൽ വിശുദ്ധ ഖുർആനിലും പ്രവാചകന്റെ വചനങ്ങളിലും സമയത്തിന്റെ വിലയും പ്രാധാന്യവും വ്യക്തമാക്കുന്ന എത്രയോ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ ചില അധ്യായങ്ങളുടെ പേരെന്താ? ഒന്ന് സൂറത്തുൽ അസ്ർ, അതിന്റെ അർത്ഥം എന്താ? കാലം എന്നാണ്. വേറൊന്ന് സൂറത്തുൽ ലൈൽ, അർത്ഥം എന്താ? രാത്രി. വേറൊന്നെന്താണ്? സൂറത്തുൽ ഫജ്ർ, പ്രഭാതം. വേറൊന്നെന്താണ്? സൂറത്തുൽ ളുഹ, പൂർവാന്ന സമയം. ഇങ്ങനെ അധ്യായങ്ങളുടെ പേര് പോലും ഈ സമയവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് വിശുദ്ധ ഖുർആന്റെ പ്രയോഗം. അതുപോലെ തന്നെ സൂര്യനും ചന്ദ്രനും നക്ഷത്രവും അസ്സാഅത്ത് എന്നുള്ള പ്രയോഗം ഖുർആൻ നമുക്ക് കാണാം. അസ്സാഅ എന്ന് വെച്ചാൽ ഖിയാമത്ത് നാളാണ്. അതൊക്കെ നാം പരിശോധിച്ച് നോക്കിയാൽ സമയ സൂചകങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. രാവും പകലും മാറി വരുന്ന സൂറത്തുൽ ലുഖ്മാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഒറ്റ വചനം മാത്രം, അലം തറ അന്നല്ലാഹ യൂലിജുൽ ലൈല ഫിന്നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈലി വസഖറ അശംസ വൽ ഖമറ കുല്ലുൻ യജ്രി ഇലാ അജലിൻ മുസമ്മ വഅന്നല്ലാഹ ബിമാ തഅമലൂന ഖബീർ. സൂറത്തുൽ ലുഖ്മാനിലെ 29ാമത്തെ വചനം. അവിടെയും പറയുന്നത് ഈ അജലിനെ കുറിച്ചാണ്, ഈ സമയത്തെക്കുറിച്ചും അത് അവസാനിക്കുന്നതിനെ കുറിച്ചും ഒക്കെയാണ് സൂചന. രാത്രിയും പകലും ഒക്കെ പറഞ്ഞ്, രാവും പകലും സൂര്യനും ചന്ദ്രനും ഒക്കെ പറഞ്ഞതിന് ശേഷം പറയാണ് കുല്ലു യജ്രി ഇലാ അജലിൻ മുസമ്മ. എല്ലാം നീങ്ങുന്നത്, എല്ലാം സഞ്ചരിക്കുന്നത് ഒരു നിശ്ചിത അവധി വരെയാണ്.
അപ്പോൾ ഓരോ മനുഷ്യൻ ഇവിടെ ജനിക്കുന്നു, അവന് സമയമാകുമ്പോൾ അവൻ മരണപ്പെടുന്നു. ഒരു സൃഷ്ടി ഇവിടെ ഉദയം കൊള്ളുന്നു, അതിന്റെ അവസാനമായാൽ അതങ്ങോട്ട് മാറിപ്പോകുന്നു. ഇതേപോലെ വന്ന് അവസാനം ഈ ബ്രഹ്മാണ്ട കടാഹം ഒന്നടങ്കം അങ്ങോട്ട് ഇല്ലാതെയാവും. അതിനും ഒരു സമയം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അവിടെയാണ് ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ മാറ്റ് എന്ന് നാം തിരിച്ചറിയുക. അതുപോലെ തന്നെ മുഴുവൻ ആരാധനാ കർമ്മങ്ങളും സമയബന്ധിതമാണ്. തോന്നുമ്പോ ചെയ്യാനുള്ള അവകാശം നമുക്കില്ല. ഇന്ന സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത്ത എന്ന് പറഞ്ഞത് നമസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ എല്ലാ കർമ്മങ്ങളും, സക്കാത്ത് എടുത്ത് നോക്ക്, തോന്നുമ്പോ കൊടുക്കാൻ പറ്റൂലല്ലോ, അതിനും ഒരു സമയമുണ്ട്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് വർഷം തികയണം. ഈ വർഷം കൊടുത്താൽ അടുത്ത വർഷം ആകുന്നവരെ അതിന് ടൈമുണ്ട്. അതിൻ്റെ ഇടയിൽ കൊടുക്കാൻ കഴിയില്ല. അത് വർഷം തികയാന്ന് പറഞ്ഞ ഒരു നിബന്ധനയാണ്. അതുപോലെ ഒരു കർഷകനാണ്, അയാൾ കൃഷി ചെയ്ത് കൊയ്തെടുക്കുന്നു, നെല്ലായിരുന്നാലും അല്ലെങ്കിൽ റബ്ബറായിരുന്നു എന്തായിരുന്നാലും അവൻ വിളവെടുക്കുന്നു. ആ വിളവെടുക്കുന്ന സമയത്താണ് അവൻ അതിന്റെ സക്കാത്ത് കൊടുക്കേണ്ടത്, അല്ലാതെ തോന്നുമ്പോഴല്ല. അപ്പൊ അതും സമയബന്ധിതമാണ്. ഇനി നിങ്ങൾ നോമ്പെടുത്ത് നോക്ക്, ഇതേ വരാൻ പോകുന്നു, ഒരു 2 മാസം കഴിഞ്ഞാൽ നോമ്പിലേക്ക് നമ്മൾ കടക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ ആ നോമ്പിന്റെ അവസ്ഥ നമ്മൾ എടുത്തു നോക്ക്. നമുക്ക് തോന്നുമ്പോൾ നോമ്പ് പിടിക്കാൻ കഴിയുമോ? കഴിയില്ല. അതിന് നിശ്ചയിച്ച ഒരു മാസമുണ്ട്. ആ മാസത്തിൽ ആ ഒതുങ്ങുന്ന ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതും തോന്നുമ്പോൾ ചെയ്യാൻ പറ്റൂല. അപ്പൊ നോമ്പ് സമയബന്ധിതമാണ്. ഇനി നിങ്ങൾ ഹജ്ജ് എടുത്തു നോക്ക്. നമ്മൾ ഒരു വർഷം മുഴുവനും മക്കയിൽ പോയി സ്ഥിരമായി ഇങ്ങനെ തവാഫ് ചെയ്യാൻ നടക്കാത്ത ഒരു കാര്യമാണ്. അങ്ങനെ ഒന്ന് വിചാരിച്ചു നോക്ക് മനസ്സിൽ നിങ്ങൾ. അങ്ങനെ ഇവിടുന്ന് പോകാനൊരു അവസരം കിട്ടി, അവിടെ പോയി ആ വർഷം മുഴുവനും കഅബ തവാഫ് ചെയ്തു, അല്ലെങ്കിൽ ഹജ്ജിന്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു, സഫയുടെയും മറുപടിയുടെയും ഇഷ്ടം പോലെ സഹി ചെയ്തു. ഇതിനൊക്കെ ഒരു അവസരം ലഭിക്കുന്നു എന്ന് വിചാരിക്കുക. പക്ഷേ ഈ ഒരു വർഷം കിട്ടിയ ഈ സമയം കിട്ടിയാൽ നമുക്ക് അത് ഈ ദുൽഹജ്ജ് 8 മുതൽ 13 വരെയുള്ള സമയങ്ങളിലെ സന്ദർഭങ്ങളിലെ പ്രതിഫലത്തിന് അർഹതയില്ല, കിട്ടൂല. ഇപ്പൊ ഹജ്ജ് അങ്ങനെ, അപ്പൊ അതിന് സമയം നിർണയിച്ചിട്ടുണ്ട്. അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത് എന്ന് പറഞ്ഞു ഖുർആൻ. എണ്ണപ്പെട്ട നിർണയിക്കപ്പെട്ട മാസങ്ങളാണെന്ന് പറഞ്ഞു. എന്നിട്ട് ദുൽഹജ്ജ് 8 മുതൽ 13 വരെ എന്നുള്ള നമുക്കറിയാം. അതിനിടയിൽ ഓരോ ദിവസവും എവിടെ എന്തെല്ലാം ചെയ്യണം അത് ആ സമയത്ത് കൃത്യമായി ചെയ്തിരിക്കണം. അപ്പോഴേ അത് ഹജ്ജായി പരിഗണിക്കുകയുള്ളൂ. അപ്പം ഏതെടുത്തു നോക്കിയാലും അതിന്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ മുമ്പിൽ നിശ്ചയിക്കപ്പെട്ട ആരാധനാ കർമ്മങ്ങൾ മുഴുവൻ സമയബന്ധിതമാണ്. നമ്മളെല്ലാവരും സമയത്താൽ ബന്ധിതമാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു. അപ്പം ആ നിലയിൽ സമയത്തിന്റെ വില മനസ്സിലാക്കിയിട്ടായിരിക്കണം നമ്മുടെ ജീവിതം. നഷ്ടപ്പെടുത്തി കളയരുത് സമയം. നമ്മളെ സംബന്ധിച്ചിടത്തോളം സമയത്തിന് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു ശൈലിയാണ് നമുക്ക് പലപ്പോഴും ഉള്ളത്. എന്താണത്? നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം വെക്കുന്നു എന്ന് വിചാരിക്കുക. ആ പ്രോഗ്രാം നമ്മൾ വെച്ചു കഴിഞ്ഞാൽ ഒരു 10:30 മണിക്കാണ് പരിപാടി വെക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം തന്നെ വെക്കുമ്പോൾ തന്നെ നമ്മൾ തീരുമാനിക്കും, വെക്കുന്ന നമ്മൾ തീരുമാനിക്കും 11 മണിയാവും ആൾക്കാരെത്താൻ, അപ്പൊ തുടങ്ങിയാൽ മതി. ഈ വരുന്ന ആൾക്കാരും വിചാരിക്കും അവിടെ 11 മണിയാകാതെ തുടങ്ങൂല, അപ്പൊ പോയാൽ മതി. അപ്പൊ ഇങ്ങനെ ഒരു ഇതിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇനി ഇതിനെക്കുറിച്ച് മാറ്റാൻ കഴിയുമെന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. പക്ഷെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു 10:30 മണിക്ക് വെച്ച ഒരു കാര്യത്തിന് 10:30 മണിക്ക് എത്തുന്ന ആൾക്കാരുണ്ടാകും. അവരിത് തുടങ്ങുന്നത് വരെ 11 മണി വരെ കാത്തിരുന്നാൽ അവരുടെ ഈ അരമണിക്കൂറിന്റെ വില വളരെ വലുതാണ്. ഇതാരാ കളയുന്നത്? നമുക്ക് ഈ കാര്യങ്ങളൊന്നും ഒരു ചിന്തയില്ല. കാരണം നമ്മളത് പറയും, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം അങ്ങനെയാണെന്ന് പറയും. അങ്ങനെ തമാശക്ക് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു വിടും. ആയിക്കോട്ടെ, ഞാൻ സൂചിപ്പിച്ചത് പക്ഷെ ആ സമയം ഓരോ സെക്കൻഡും വിലയുള്ളതാണ്. ഒരു മനുഷ്യന്റെ ഓരോ സെക്കൻഡും വിലയുള്ളതാണ് അവന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം. അതങ്ങനെ കളഞ്ഞു കുളിക്കാനുള്ളതല്ല. സമയത്തിന് ഇത്രമാത്രം വില, അത് നഷ്ടപ്പെടുത്തിയാലുള്ള ദൂഷ്യം ഒക്കെ താക്കീത് നൽകിയിട്ടുണ്ട് പരിശുദ്ധ ഇസ്ലാം. അതിന്റെ വില നമുക്ക് പഠിപ്പിച്ചു തരുന്നു, അതിന്റെ പ്രാധാന്യം പഠിപ്പിച്ചു തരുന്നു. മനുഷ്യൻ തന്നെ സമയത്താൽ ബന്ധിതനാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം അവൻ ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങളെല്ലാം സമയബന്ധിതമാണെന്ന് പഠിപ്പിച്ചു തരുന്നു. അതോടൊപ്പം തന്നെ അവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ ഓരോന്നും എല്ലാം ഈ സമയവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് പോകുന്നത് എന്ന് പഠിപ്പിച്ചുകൊണ്ട് ഈ സമയം നഷ്ടപ്പെടുത്തി കളയുന്നതിനെ കുറിച്ചുള്ള ശക്തമായ താക്കീതുണ്ട് എന്നുള്ളതും കൂടി നാം തിരിച്ചറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിഅ്മത്താനി, 2 അനുഗ്രഹങ്ങൾ, മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ്, അധികം ആൾക്കാരും അത് നശിപ്പിച്ചു കളയലാണ് 2 അനുഗ്രഹങ്ങൾ അള്ളാഹുവിന്റെ.
ഒന്ന് സിഹ ആരോഗ്യം, മറ്റൊന്ന് വൽ ഫറാഗ് ഒഴിവ് സമയം. ഒന്നിനും 24 മണിക്കൂർ തികയാത്ത രൂപത്തിൽ നമ്മൾ ഓടുന്നുണ്ടാവും, പക്ഷേ നമ്മൾ പാഴാക്കി കളയുന്ന സമയം ഒരുപാടുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. ആരോഗ്യവും ഒഴിവ് സമയവും അള്ളാഹു കനിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങളാണ്. അത് തൊലച്ച് കളയരുത് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ആരോഗ്യം ഉള്ളപ്പോൾ അതിന്റെ വില നമ്മളാരും അറിയാറില്ല. എന്തെങ്കിലും ഒരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായാൽ കഴിഞ്ഞു, എല്ലാം തീർന്നു. ആലോചിച്ച് നോക്കി, ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കടന്നു പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നാം തരണം ചെയ്തു പോകുന്ന ഓരോ ഘട്ടങ്ങളും അത് കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന ബുദ്ധിയുള്ളവരായി മാറാൻ നമ്മൾ തയ്യാറാകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഉണർത്തുന്നു. യഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 കാര്യങ്ങൾ വന്ന് പിടികൂടുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ നിങ്ങൾ സ്വായത്തമാക്കണം, നിങ്ങൾ ആർജിച്ചെടുക്കണം, നേടിയെടുക്കണം, നഷ്ടപ്പെടുത്തരുത് എന്നാ പറഞ്ഞത്. ഏതാണ് 5 കാര്യങ്ങൾ? 1 ശബാബക ഖബ്ല ഹറമിക്, വാർദ്ധക്യം വന്ന് പിടികൂടുന്നതിന് മുമ്പുള്ള നിന്റെ യൗവനം, നിന്റെ യുവത്വം. ഏറ്റവും കൂടുതൽ തുലക്കപ്പെടുന്ന ഒരു രംഗമാണ്, ഒരു ഏരിയയാണ് യുവത്വം എന്ന് പറയുന്നത്. കാരണം എന്തിനും ശേഷിയുള്ള പ്രായമാണത്, എന്തിനും കെൽപ്പുറ്റ പ്രായമാണ്. എന്നാൽ അത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്രദമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തി തനിക്കും കുടുംബത്തിനും സമൂഹത്തിനും ജീവിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തിനും പ്രദേശത്തിനും ഒക്കെ ഒരുപാട് ഗുണങ്ങൾ ചെയ്യാൻ കഴിയുന്ന ആ പ്രായം. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ബഹുഭൂരിഭാഗവും അത് തൊലച്ചു കളയലാണ്. ആ യുവത്വം അങ്ങോട്ട് പോയി അവസാനം വാർദ്ധക്യത്തിയാൽ ആ യുവത്വത്തിൽ ചെയ്യാൻ കഴിഞ്ഞിരുന്ന പലതും ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്കായിരിക്കും വാർദ്ധക്യം കൊണ്ടുപോയി എത്തിക്കുക. അതുകൊണ്ടാണ് ആ നല്ല സമയം ഉപയോഗപ്പെടുത്താൻ പറഞ്ഞത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടമാണ് യുവത്വം എന്ന് പറയുന്നത്. ആ സമയം ഉപയോഗപ്പെടുത്താനാണ് അള്ളാഹുവിന്റെ റസൂല് നമ്മളോട് ഉണർത്തുന്നത്. രണ്ടാമത് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലമ വസിഹതക ഖബ്ല സുഖ്മിക്, രോഗം വന്ന് പിടികൂടുന്നതിന് മുമ്പുള്ള നിന്റെ ആരോഗ്യം, അത് ചിന്തിക്കേണ്ടതാണ്. ഏതേ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതിൽ നമുക്കൊന്ന് ഒഴിവാക്കി നിർത്താനുള്ളത് ആരോഗ്യത്തെക്കുറിച്ച്. അത് ക്ഷയിക്കുമ്പോഴുള്ള അവസ്ഥ. നമ്മൾ നല്ല ആരോഗ്യമുള്ള സന്ദർഭത്തിൽ ചെയ്യാൻ കഴിയുന്ന ആരാധനാ കർമ്മങ്ങൾ ചില ആരോഗ്യം ക്ഷയിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയില്ല. നിന്ന് നമസ്കരിച്ച് റുക്കൂഅ് ചെയ്ത് സുജൂദ് ചെയ്ത് നമസ്കരിക്കുന്ന ആ നമസ്കാരം നിർവഹിക്കാൻ കഴിയാതെ നമ്മൾ കസേരകളിലേക്കും മറ്റുള്ള രൂപത്തിലേക്കും നമ്മൾ മാറുന്ന ഒരു സ്ഥിതിവിശേഷം വരുമ്പോഴാണ് മറ്റേതിന്റെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് ഓർമ്മ വരിക. അതുകൊണ്ടാണ് റസൂല് പറഞ്ഞത് ഇതൊക്കെ നിങ്ങൾ തരണം ചെയ്യേണ്ട സമയങ്ങളാണ്. ഓരോ സമയത്തിനും അതിൻ്റെതായ വിലയുണ്ട്, അത് നിങ്ങൾ നശിപ്പിച്ചു കളയരുത്. ഓരോന്നും നിങ്ങൾ നേടിയെടുക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നത്. മൂന്നാമത് പ്രവാചകൻ പറഞ്ഞത് വഗിനാക ഖബ്ല ഫഖരിക്, ദാരിദ്ര്യം വന്ന് പിടികൂടുന്നതിന് മുമ്പുള്ള നിന്റെ സമ്പന്നത. അത് ഈ പറഞ്ഞതുപോലെയാ, പെട്ടെന്ന് അങ്ങോട്ട് പോവും. ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒരുപാട് സമ്പത്തൊക്കെ ആർജിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ന് ഇന്ത്യ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. വിശിഷ്യ മുസ്ലിമായി ജീവിക്കുന്നു എന്നതിന്റെ പേരിൽ മാത്രം ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. എങ്ങോട്ടൊക്കെ കൊണ്ടുപോകും, എങ്ങോട്ടൊക്കെ പിടിച്ചോണ്ട് പോകും, ഇതൊന്നും നമുക്ക് അറിയാൻ കഴിയാത്ത അവസ്ഥാവിശേഷം. അതുപോലെ തന്നെ നമ്മൾ സമ്പാദിച്ചത് പെട്ടെന്ന് ഒരു രോഗം വന്ന്, ഒരു ചികിത്സയ്ക്ക് ആവശ്യം വന്ന് അത് അങ്ങോട്ട് തീർന്നു പോയാൽ പിന്നെ മറ്റൊരാളിന്റെ സഹായം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നില്ലേ പ്രിയമുള്ളവരെ? ആലോചിച്ചു നോക്ക്. എത്രയോ അനുഭവങ്ങൾ നമ്മളുടെയൊക്കെ മുന്നിൽ ഉണ്ടാകും. ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ ആ ആരോഗ്യ സമയം, ആ രോഗം വന്ന് പിടികൂടുന്നതിന് മുമ്പുള്ളതിന്റെ ആ ആരോഗ്യത്തിന്റെ ടൈം ഉണ്ടല്ലോ, സമയം, അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ വിനിയോഗിച്ച് അത് ഏറ്റവും നാടിനും സമൂഹത്തിനും ഉപകാരപ്രദമായ രൂപത്തിൽ വിനിയോഗിച്ച് അത് ഉപകാരമുള്ളതാക്കി മാറ്റാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുന്നത്. അടുത്തത് നാലാമത് പ്രവാചകൻ പറയുന്നത് വഫറാഗക ഖബ്ല ശുഗ്രി, ജോലി തിരക്ക് വന്ന് പിടികൂടുന്നതിന് മുമ്പുള്ള നിന്റെ ഒഴിവ് സമയം. നേരത്തെ പറഞ്ഞല്ലോ, ആരോഗ്യവും ഒഴിവ് സമയവും മനുഷ്യൻ നഷ്ടപ്പെടുത്തി കളയാണ്. ഇത് വീണ്ടും പറയുന്നു. ഒഴിവ് സമയം
ഏറ്റവും നല്ലതിന് ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മിൽ നിന്നുണ്ടാകേണ്ട കാര്യം. അതല്ല അത് ഒഴിവ് സമയമാണ്, അത് അങ്ങനെ അങ്ങോട്ട് പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കലല്ല. ആ ഒഴിവ് സമയത്തിന് നമ്മൾ മറുപടി പറയേണ്ടി വരും. അതിന് വേറെ വരുന്നുണ്ട് ഹദീസ് താക്കീത് ചെയ്യുന്ന മുന്നറിയിപ്പുകൾ നിന്ന്. അഞ്ചാമത് പറയുന്നു വഹയാതക ഖബ്ല മൗതിക്. ഈ പറഞ്ഞ എല്ലാ 4 രംഗങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന അവസരങ്ങളാണ്, രംഗങ്ങളാണ്. എന്നിട്ട് മൊത്തത്തിൽ പറയുന്നു നിന്റെ മരണം വന്ന് പിടികൂടുന്നതിന് മുമ്പുള്ള നിന്റെ ജീവിതം നീ നിനക്ക് വേണ്ടി മാറ്റുക, നിനക്ക് വേണ്ടി ആർജിച്ചു വെക്കുക, സമ്പാദിച്ചു വെക്കുക, നഷ്ടപ്പെടുത്തരുത്. ഇങ്ങനെയുള്ള നിർദ്ദേശം. അതുപോലെ തന്നെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോൾ ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങളിൽ ഒന്ന് ആയുസ്സാണ്, ഒന്ന് യുവത്വമാണ്. ഇത് രണ്ടും ഈ സമയമാണ്, നമ്മുടെ ഇവിടെ ജീവിച്ചു പോകുന്ന സമയം തന്നെയാണ്. ആയുസ് എന്തിന് വിനിയോഗിച്ചു, ചെലവഴിച്ചു, യുവത്വം എന്തിന് തുലച്ചു? ഈ 2 ചോദ്യങ്ങൾക്കും. അതുപോലെ തന്നെ സമ്പത്ത്, അറിവ് തുടങ്ങിയ കുറെ കാര്യങ്ങളുണ്ട്. അതിൽ ഊന്നി പറഞ്ഞതൊന്ന് നമ്മുടെ സമയമാണ്, നമ്മുടെ ആയുസ്സാണ്. അപ്പൊ അത് നഷ്ടപ്പെടുന്നില്ല, നഷ്ടപ്പെടുത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. ഇന്ന് സമയം കളയാൻ നമ്മുടെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് മൊബൈൽ ഉണ്ടെങ്കിൽ നമ്മൾ അറിയൂല നമ്മുടെ സമയം പോകുന്നത്. ഞാൻ വിശദീകരിക്കുന്നില്ല, അതിൽ നല്ലതുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പലപ്പോഴും നാം പെട്ടുപോകുന്നത് മറ്റു പലതിലുമാണോ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പൊ അതിലൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ഇതൊക്കെ കഴിഞ്ഞങ്ങ് പരലോകത്ത് എത്തുമല്ലോ, നമ്മൾ എത്തണമല്ലോ, എത്താൻ നിർവാഹമില്ല. പടച്ചവൻ കനിഞ്ഞു നൽകിയ അമൂല്യമായ സമയം, പടച്ചവൻ കനിഞ്ഞു നൽകിയ അമൂല്യമായ ആരോഗ്യം, പടച്ചവൻ കനിഞ്ഞു നൽകിയ ഒഴിവ് സമയം, അവൻ കനിഞ്ഞു നൽകിയ സമ്പത്ത്, ഇതൊക്കെ വേണ്ട വിധത്തിൽ വിനിയോഗിച്ച് തൻ്റെതാക്കി മാറ്റാൻ കഴിയാതെ ബുദ്ധിശൂന്യമായി അത് ഉപയോഗപ്പെടുത്തി പരലോകത്തെത്തുമ്പോൾ അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്ന രംഗം വിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വഹും യസ്തരിഖൂന ഫീഹാ. അവർ ആ നരകത്തിൽ കിടന്നിങ്ങനെ അട്ടഹസിക്കും. എന്താ അട്ടഹസിച്ചുകൊണ്ട് പറയുന്നത്? റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. ഇതിൽ നിന്നൊന്ന് പുറത്തേക്കാക്കിത്ത. നരകശിക്ഷയിൽ കിടന്നുകൊണ്ട് പറയാൻ അഊദു ബില്ലാ, റബ്ബ് കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അവിടെ കിടന്നുകൊണ്ട് പറയാണ് റബ്ബനാ, ഞങ്ങളുടെ നാഥ, അഖ്രിജ്നാ, ഇതിൽ നിന്നൊന്ന് പുറത്തേക്ക് ആക്കിത്ത, നഅമൽ, ഞങ്ങൾ പ്രവർത്തിച്ചു കൊള്ളാം, സാലിഹൻ, നല്ല കർമ്മങ്ങൾ, ഗൈറല്ലദീ കുന്നാ നഅമൽ, ഇപ്പോൾ ചെയ്തു കൂട്ടിയതുപോലെ അല്ലാതുള്ള നല്ല നല്ല കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്തു കൊണ്ടുവരാം, ഒന്ന് പുറത്താക്കിത്താ. രക്ഷയുണ്ടോ പ്രിയമുള്ളവരെ? സമയം നഷ്ടപ്പെടുത്തി പോയാൽ ഈ ഒരു രംഗത്തേക്കാണ് എത്തുക. അപ്പോൾ അള്ളാഹുവിന്റെ ചോദ്യം, അവലം നുഅമ്മിർകും മാ യതദക്കറു മൻ തദക്കർ വജാഅകുമുൻ നദീർ ഫദൂഖു വമാ ലിൽളാലിമീന മിൻ നസീർ. പടച്ചവന്റെ ചോദ്യം, അവലം നുഅമ്മിർകും, നിങ്ങൾക്ക് ആയുസ് നൽകിയിരുന്നില്ലേ, ഇതിനൊക്കെയുള്ള സമയം നൽകിയിരുന്നില്ലേ ലോകത്ത്? ഇവിടെ ജീവിച്ചിരുന്ന സമയത്ത് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഉള്ള ഒരുപാട് അവസരങ്ങൾ നൽകിയില്ലേ, ആയുസ് നൽകിയില്ലേ, സമയം നൽകിയില്ലേ? മായതദക്കറു ഫീഹി മൻ തദക്കറ, ചിന്തിക്കുകയും ഓർക്കുകയും ചെയ്യുന്നവൻ, എമ്പാടും ചിന്തിക്കാനും ഓർക്കാനും മാറ്റത്തിന് വിധേയമാകാനും കഴിയുന്ന ഒരുപാട് സമയം നൽകിയിരുന്നില്ലേ? പോരാ, വജാഅകുമുൻ നദീർ, നിങ്ങൾക്ക് ഇങ്ങനൊരു രംഗം വേണ്ടി വരും എന്ന് മുന്നറിയിപ്പ് നൽകുന്ന മുന്നറിയിപ്പുകാർ നിങ്ങൾക്ക് വന്നിരുന്നില്ലേ? അതൊക്കെ പുച്ഛിച്ച് തള്ളി, അവഗണിച്ച് തള്ളി, അതൊക്കെ അവഹേളിച്ച് മാറ്റി നിർത്തി, നിന്റെ സമയം നഷ്ടപ്പെടുത്തി, നിന്റെ ആയുസ് നഷ്ടപ്പെടുത്തി, നീ തിന്മകൾ വാരി വലിച്ച് ഇപ്പോൾ വന്ന് ഇതിന്റെ ഇടയിൽ കിടന്നുകൊണ്ട് മാറി ഇതിൽ നിന്ന് പുറത്താക്കി തരാനോ നടക്കില്ല. ഫദൂഖു, ആസ്വദിച്ചോ, ആസ്വദിച്ചോ. വമാ ലിൽളാലിമീന മിൻ നസീർ, അക്രമികൾക്ക് യാതൊരു സഹായം ഉണ്ടാവില്ല. നഊദു ബില്ലാഹ്. ഈ ഒരു അവസരത്തിലേക്ക് എത്താതിരിക്കാനാണ് പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ അധ്യാപനങ്ങളും സമയത്തെക്കുറിച്ചും അതിന്റെ ഗൗരവത്തെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇത്ര ആഴത്തിൽ നമ്മളോട് പറഞ്ഞു തന്നത്, പഠിപ്പിച്ചു തന്നത്. ഓരോ രംഗവും നാം എടുത്തു നോക്കാം, അവിടെ പരാമർശിച്ച ഓരോ കാര്യവും. സമയം അമൂല്യമാണ്, സമയത്താൽ ബന്ധിതരാണ് നമ്മളൊക്കെ. ആ സമയമാണ് നഷ്ടപ്പെടുത്തിയാൽ നമ്മൾ നഷ്ടകാരികളാവുക പരലോകത്ത്.
റഹ്മാനായ റബ്ബ് നമ്മെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. പ്രിയമുള്ളവരെ, നമ്മളൊരു തെരഞ്ഞെടുപ്പിന്റെ വക്കിലാണ് ഇപ്പോഴുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് അടുത്ത ആഴ്ച വരാൻ പോകുന്നത്. പലപ്പോഴും നമുക്ക് ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ മുമ്പൊക്കെ കഴിഞ്ഞുപോയി. ആ സന്ദർഭങ്ങളിലൊക്കെ ആരെങ്കിലും ആകട്ടെ എന്തെങ്കിലും ആകട്ടെ എന്നുള്ള മനോഭാവം കുറേയൊക്കെ നമ്മളെ പിടികൂടിയിരുന്നു. നിഷേധിക്കാൻ കഴിയില്ല. ആര് വന്നാലെന്താ, ആരെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ. ആ നിസ്സംഗതയുടെ പരിണിത ഫലം കുറേശ്ശെയായി ഇപ്പം നമ്മൾ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. അറിയാതിരിക്കാൻ വയ്യ. പല കാര്യങ്ങളും ഇവിടെ വെച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഒരു ഇന്ത്യൻ പൗരനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏത് ജാതിയിൽ ഉള്ളവനായിക്കൊള്ളട്ടെ, ഏത് വംശമോ വർണ്ണോ എന്തോ ആയിക്കൊള്ളട്ടെ, ആ ഒരു ജനാധിപത്യ രാഷ്ട്രം എന്നുള്ള നിലയിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരന്റെ ഏറ്റവും അമൂല്യമായ വിലപിടിപ്പുള്ള ആയുധമാണ് അവൻ ചെയ്യുന്ന ഒരു വോട്ട്. ഇത് തിരിച്ചറിയാതെ പോകരുത് നമ്മൾ. 18 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ അവൻ വോട്ട് ചെയ്തിരിക്കണം. അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം നമ്മളതിൽ നിസ്സംഗത കാണിച്ചിട്ടുണ്ട്. ആരെങ്കിലും ആയിക്കോട്ടെ. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഒന്നടങ്കം ഓരോ വിഷയങ്ങൾ ഇടിത്തീ പോലെ 1 by 1 ആയി നമ്മളേക്ക് വീഴുമ്പോൾ അതൊന്ന് മാറ്റിത്താ എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാനുള്ള സന്മനസ് പോലും ഇത്തിരി നേരം കൊടുത്താ ഞങ്ങൾക്ക് ഇല്ല. ആ ദുരവസ്ഥയിലേക്ക് ഇപ്പൊ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മള് കേരളീയർ വിചാരിക്കുക അതങ്ങ് അവിടേക്കല്ലേ, എന്നല്ല ഇപ്പൊ നമ്മളും കൂടി അനുഭവിക്കുന്നത്. ഇപ്പൊ വഖഫ് സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി, ഉമീദിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ച സമയം അവസാനിക്കുകയാണ്. മണിക്കൂറുകളേ ഉള്ളൂ. ഇത് ഞങ്ങളുടെ തകരാറ് മാത്രമല്ല, ഈ സാധനത്തിന്റെ തകരാറുണ്ട്, സാങ്കേതികമായ തകരാറുകളുണ്ട് ഇതിന്. അത് മനസ്സിലാക്കി കുറച്ച് സമയം നീട്ടിത്താ. 3-4 ദിവസമായി പിന്നാലെ നടക്കുന്നു. ഒരു നല്ല മറുപടി കിട്ടിയിട്ടില്ല. ഇതാണ് അവസ്ഥ. ഇങ്ങനെ നമ്മളെ ഇട്ട് വട്ടം കറക്കുന്ന ആൾക്കാർ അവരും മത്സരിക്കുന്നുണ്ടല്ലോ. അവരായിക്കോട്ടെ എന്നാണോ നമ്മളുടെ മനസ്സ്? ഒരിക്കലും ആയിക്കൂടാ, ഒരിക്കലും ആയിക്കൂടാ. ഏതെങ്കിലും തരത്തിൽ അവർക്ക് അനുകൂലമായ നീക്കമുണ്ടാകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. ബാക്കി പഠിച്ചവൻ്റെ കയ്യില. അതൊന്നും ചെയ്യാൻ തയ്യാറാകാതെ വോട്ട് അതാരെങ്കിലും ആയിക്കോട്ടെ, ആരെങ്കിലും ജയിച്ചോട്ടെ, തദ്ദേശ സ്വയംഭരണം അല്ലേ, അതായെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഇവിടെ ആശയങ്ങൾ തമ്മിലാണ് പോരാട്ടം, അല്ലാതെ വ്യക്തികൾ തമ്മിലല്ല. ഇത് തിരിച്ചറിയണം, നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇന്ത്യയിലെ ജനാധിപത്യം തന്നെ തകർക്കപ്പെടുന്ന വല്ലാത്ത ഒരു ഭീതിജനകമായ അന്തരീക്ഷം. കൂടുതലൊന്നും ഞാൻ പറയണില്ല. ഒരൊറ്റ വോട്ടും, ആ വോട്ട് നമ്മളുടെ തലയ്ക്ക് ഇടിത്തിയായി വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് മാത്രമായിരിക്കണം ചെയ്യേണ്ടത്. അത് ഓർമ്മിപ്പിക്കുകയാണ്, ഉണർത്തുകയാണ്. നിസ്സംഗത പാടില്ല. കാരണം നമ്മളിവിടെ ജീവിക്കുന്ന പ്രബലമായ ഒരു ന്യൂനപക്ഷമാണ്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ നൽകിയവരാണ്. അവർക്ക് മതിപ്പില്ല, അവരുടെ പേര് പോലും കേട്ടുകൂടാ, വളർത്താൻ പറ്റില്ല.
എത്രയോ വിവിധ പഞ്ചായത്തുകളിലും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ ഉള്ളവരുണ്ടാവും. ഇവിടെ എല്ലാവരും ഈ സ്ഥലത്തുള്ളവരെന്നല്ല ഞാൻ പറഞ്ഞില്ല, എവിടെയായിരുന്നാലും ശരി കരുതലോടെ ആലോചിച്ച് ഞാൻ കുത്തുന്ന കുത്ത് എന്റെ നെഞ്ചത്തേക്കുള്ള കുത്തല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളെയും അതിജയിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സർവ്വ തൗഫീഖും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സർവ്വ വെല്ലുവിളികളെയും അതിജയിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രയാസങ്ങൾ തരണം ചെയ്യാനുള്ള വഴികൾ ഓരോന്നോരോന്നായി അല്ലാഹു തുറന്നു തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഇടപെടലുകൾ ആവശ്യമായ രംഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ റിലീഫ് ഫണ്ടിലേക്കുള്ള കളക്ഷനാണ് അക്കാര്യം എന്ന് ഉണർത്തുന്നു. ഈ സന്ദർഭത്തിൽ കഴിവിന്റെ പരമാവധി എല്ലാവരും സഹകരിക്കണം. അതുപോലെ തന്നെ ഒരു മരണം സൂചിപ്പിക്കുകയാണ് ഞാൻ. നമ്മളുടെ ഈ ഭാഗത്തൊക്കെ ഖത്തീബായി സേവനമനുഷ്ഠിച്ചിരുന്ന സിദ്ദീഖ് മൗലവി, അദ്ദേഹം മലപ്പുറം സ്വദേശിയാണ്. കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. വളരെ അടുപ്പമുള്ള ഒരു പണ്ഡിതനായി ഇവിടൊക്കെ വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട് അദ്ദേഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അദ്ദേഹത്തെ നമ്മളെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള വിഷമങ്ങളിൽ നിന്നും മരണാനന്തര ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ട വിഷമങ്ങളിൽ നിന്നും എല്ലാം അല്ലാഹു അദ്ദേഹത്തിന് സുരക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, നമ്മളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന പലരും, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടവർ, ഓപ്പറേഷന് വിധേയമാകുന്ന സഹോദരിമാർ, ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഓപ്പറേഷൻ വിജയപ്രദമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ രോഗങ്ങളെ അല്ലാഹു പൂർണ്ണമായി ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നമ്മയും നമ്മുടെ തലമുറയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അല്ലാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.